ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1477 ദിവസമായ ഇന്ന് 2025 മെയ് മാസം 31 ശനിയാഴ്ച, 1200 ആണ്ട് ഇടവമാസം 17 ഗുരുവചനങ്ങളിലൂടെ ചെയ്തതിലുണ്ടായ പശ്ചാത്താപം മതി പ്രായശ്ചിത്തം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ അനുസ്മരണം എന്ന് വിവരിക്കുന്നതിൻ്റെ 1-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഗുരുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വീക്ഷണങ്ങളെയും സംഭവങ്ങളെയും അവതരിപ്പിക്കുവാൻ വേണ്ടി നടത്തിയ വിനീതമായ ഈ സംരംഭം ഉപസംഹരിക്കുന്നതിനു മുമ്പായി അവിടുത്തെ സംബന്ധിക്കുന്ന ചില സ്മരണകൾ കൂടി ഇവിടെ കുറിച്ചുകൊള്ളട്ടെ. അന്ത്യത്തെ കുറിക്കുന്ന ഒരു സൂചന ഈ ലേഖകൻ ആദ്യമായി കിട്ടിയത് തൃശ്ശിവപേരൂർ ഗുരു സ്ഥാപിച്ചിട്ടുള്ള ആശ്രമത്തിൽ വെച്ചാണ്. ആശ്രമത്തിൻ്റെ ചെറിയ ഗേറ്റ് കടന്ന് അകത്ത് ചെന്നപ്പോൾ ഒരു പ്രത്യേക സ്ഥിതിയിൽ അഭിമുഖമായി ഗുരു ഇരിക്കുന്നതാണ് കാണാനിടയായത്. അതിനു മുമ്പുള്ള സന്ദർശന വേളയിലെല്ലാം ഗഹനമായ തത്വചിന്തയെ ആസ്പദമാക്കിയുള്ള ഒരു സംഭാഷണത്തിലേക്ക് ഗുരുവിനെ കൊണ്ടുവരുന്നതിന് അല്പമാത്രമായ ഒരു ഹേതു മതിയായിരുന്നു. മാസങ്ങൾക്ക് മുമ്പോ സംവത്സരങ്ങൾക്ക് തന്നെ അപ്പുറത്തോ സാന്ദർഭികമായി മുറിഞ്ഞു പോകാനിടയായിട്ടുള്ള വിചാരതന്തുക്കളെ വിസ്മൃതിയിൽ വിട്ടുകളയാതെ ഓർമ്മിച്ച് നുള്ളിയെടുത്ത് ഏറ്റവും പുതിയ വെളിച്ചം നൽകുന്ന ഒരു സംഭാഷണത്തിലേക്ക് നമ്മെ സ്വയമേവ തന്നെ നയിക്കുവാൻ അവിടുന്ന് എന്നും ഓർമ്മിച്ചിരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.